രാവിലെ നിർത്താതെ റിങ് ചെയ്യുന്ന മൊബൈൽ റിങ് കേട്ടാണ് സച്ചു കണ്ണു തുറക്കുന്നത്. എന്നത്തെയും പോലെ അലസമായി ഫോണെടുത്ത് കാതോട് ചേർത്തു അവൻ. ഏട്ടനിതെവിടെയാ? സമയം എത്രയായെന്നറിയോ? ദേ, അച്ഛനിവിടെ അമ്മയോട് ദേഷ്യപ്പെടുന്നു. പാറുവിൻ്റെ തിടുക്കത്തോടെയുള്ള സംസാരം കേട്ടതും സച്ചു കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റുപാടും നോക്കി. അവിടെ ആ മുളങ്കാട്ടിൽ പുല്ലിൽ ശിവയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണെന്ന് ബോധം വന്നതും അവൻ പിടഞ്ഞെഴുന്നേറ്റു. ഹലോ. മറുപടിയൊന്നും കേൾക്കാതെ വന്നതും പാറു ഈർഷ്യയോടെ വിളിച്ചു. ഹാ, ദാ വരുന്നു, നീ വെച്ചോ. ഡാ ശിവ. സച്ചു ഒരു വെപ്രാളത്തോടെ കോൾ കട്ട് ചെയ്ത് നിലത്ത് കിടക്കുന്നവനെ കുലുക്കി വിളിച്ചു. എന്താടാ? ശിവ ഉറക്കം നഷ്ടമാകുന്ന ഈർഷ്യയിൽ മുരണ്ടു. എണീക്കടാ, നേരം വൈകി. സച്ചു അവനെ ശക്തമായി കുലുക്കി വിളിച്ചു. നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? ഇനിയും കണ്ണു തുറക്കാത്തവൻ അലസമായി ചോദിച്ചു. ഡാ തിണ്ടി, ഇന്നെൻ്റെ വിവാഹമാടാ. പുല്ലേ, നീ എണീക്കുന്നുണ്ടോന്ന്? ശിവയെ നിലത്തു നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സച്ചു പറഞ്ഞതും ശിവ പെട്ടെന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി. വേഗം വാ, അച്ഛൻ അവിടെ പടവെട്ടി തുടങ്ങി. അഴിഞ്ഞുപോയ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സച്ചു പറഞ്ഞതും ശിവയും മെല്ലെ എഴുന്നേറ്റു. ടൈം എത്രയായി? ദേഹത്തെ മണ്ണും പൊടിയും തട്ടിക്കൊണ്ടവൻ ചോദിച്ചു. 7 മണി കഴിഞ്ഞു. സച്ചു തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു. എന്നാൽ നീ അങ്ങോട്ട് ചെല്ല്, ഞാനൊന്ന് കുളിച്ചിട്ട് അങ്ങ് വന്നേക്കാം. ശിവ അവനൊപ്പം മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും സച്ചു അവനെ കലിപ്പോടെ ഒന്ന് നോക്കി. ഡാ, ഇത്തിരി വെള്ളം തലവഴി ഒഴിച്ചില്ലേ ശരിയാവില്ല. ഞാൻ വേഗം വരാം. ആ നോട്ടത്തിനർത്ഥം മനസ്സിലായ പോലെ അവൻ പറഞ്ഞു. ഇന്ന് എൻ്റെ വിവാഹ, നിന്റെ തലവഴി വെള്ളം വീണോ എന്നൊന്നും ആരും നോക്കില്ല. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോ. ഞാൻ റെഡിയായിട്ട് നീ പോയി റെഡിയായി വന്നാൽ മതി. സച്ചു പിടിയാൽ അവൻ്റെ കൈ പിടിച്ച് നേരെ വീട്ടിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഡാ, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. ശിവ അലസമായി അവനൊപ്പം നടന്നുകൊണ്ട് പറഞ്ഞു. ഓ, നിന്നെ മണത്ത് നോക്കാൻ ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. നാറുന്നുണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം, വാ. സച്ചു അവനെ വലിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നടന്നു. എടാ, ഇന്നെങ്കിലും ഒന്ന് നന്നായി കൂടെടോ നിനക്ക്. വീട്ടുമുറ്റത്തേക്ക് കയറിയതേ ബന്ധുക്കൾക്കിടയിൽ നിന്നിരുന്ന സച്ചുവിൻ്റെ അച്ഛൻ അവർക്ക് അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇന്നത്തോടെ നന്നാവുണ്ട്. അച്ഛൻ അങ്ങോട്ട് ചെല്ല്, 7 മണിയല്ലേ ആയിട്ടുള്ളൂ. സച്ചു അച്ഛനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ശിവ നേരെ അടുക്കള മുറ്റത്തെ പൈപ്പിൻ ചുവട്ടിലേക്ക് പോയി വായും മുഖവും ഒക്കെ നല്ലോണം ഒന്ന് കഴുകി. ഇന്നലെ ആ കാട്ടിനകത്ത് രണ്ടാളും കിടന്നതല്ലേ? 2 ഗ്ലാസ്സിൽ അവർക്കുള്ള ചായയുമായി വന്ന പാറു ഒരു ചൂടിയോടെ ചോദിച്ചു. കട്ടനേ ഉള്ളോ? കഴിക്കാനൊന്നുമില്ലേടി? സച്ചു തലമുടി ഇത്തിരി വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഏട്ടനി കട്ടൻ കുടിച്ചിട്ട് പോയി കുളിക്കാൻ നോക്ക്, എന്നിട്ട് തരാം കഴിക്കാനുള്ളത്. ശിവേട്ടന് ഞാനിപ്പോൾ കൊണ്ടുവരാട്ടോ. പാറു പറയുന്നതിനൊപ്പം അടുക്കളയിലേക്ക് നടന്നു. എനിക്ക് കട്ടൻ മതിയടി, വേറൊന്നും വേണ്ട. ശിവ അലസമായി അവൾ പോയ വഴിയെ നോക്കി വിളിച്ചു പറഞ്ഞു. അതെന്താ, വിശക്കുന്നില്ലേടാ? സച്ചു തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇപ്പം ഒന്നും കഴിച്ചാൽ ശരിയാവില്ല. ശിവ സച്ചുവിൻ്റെ റൂമിലെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. 11നും 11:30ക്കും ഇടയിലാണ് മുഹൂർത്തം. 10:30 എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങും. കസവും മുണ്ടും വൈറ്റ് ഷർട്ടുമാണ് സച്ചുവിൻ്റെ വേഷം. സച്ചുവിൻ്റെ ഒരുക്കങ്ങൾക്കൊക്കെ കൂടെ നിന്ന് 10 മണിയോടെയാണ് ശിവ വീട്ടിലേക്ക് ഇറങ്ങിയത്. ഡാ, സ്പീഡാക്കണം, വൈകല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവനെ നോക്കി സച്ചു വിളിച്ചു പറഞ്ഞതും ശിവ അതിനൊന്ന് കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു. അടുക്കള മുറ്റത്തേക്ക് തിരിയുമ്പോഴേ കണ്ടു സരസു അടക്കം എല്ലാവരും ഒരുക്കം കഴിഞ്ഞ് വല്ലാത്തൊരു തിരക്കിൽ എന്തൊക്കെയോ തിരക്കുകളിലായി നെട്ടോട്ട് ഓടുന്നത്. എൻ്റെ കുഞ്ഞെ, ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? ദേ, എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. അടുക്കള വാതിൽ കടന്ന് അകത്തേക്ക് കയറിയ ശിവയെ കണ്ടതും സരസ്വതിയമ്മ ഒരു നെടുവീർപ്പോടെ അവനോട് ചോദിച്ചു. പോകുന്നവരൊക്കെ പോട്ടെ എന്ന് സരസു. സരസു എന്നെ കാത്തു നിന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. പുതിയ സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി നിൽക്കല്ലേ. എൻ്റെ കൂടെ ബുള്ളറ്റിൽ പോരെ, 4 ആൾ കാണട്ടേന്ന്. പിന്നെ ഞാനൊരു മുഴ മുല്ലപ്പൂ കൂടെ വാങ്ങിത്തരാം, അതോടെ ചൂടിയ പൊളിയാവും. സരസ്വതി അമ്മയുടെ ഇടുപ്പിലൊന്ന് നുള്ളി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോകെ അവിടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ചിരിയോടെ സരസ്വതി അമ്മയെ നോക്കി. ഈ വീട്ടിൽ അതിനോട് മാത്രം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ. സരസ്വതി അമ്മ ഒരു പരിഭവം പോലെ എല്ലാവരെയും നോക്കി പറഞ്ഞു. ശിവൻ നേരെ പോയത് കുഞ്ഞോളുടെ റൂമിലേക്കായിരുന്നു. ഡോറിലൊന്ന് തട്ടി വാതിൽ തുറന്നതേ ആ റൂമിനകം മുഴുവൻ പെണ്ണുങ്ങളായിരുന്നു. തനുവിനെയും മായയും വരെ ഒരുക്കുന്നത് ബ്യൂട്ടീഷ്യൻസാണ്. ഗോൾഡൻ നിറത്തിലുള്ള കസവ് സാരിയിൽ അതിമനോഹരമായ ആഭരണങ്ങളും മറ്റും അണിഞ്ഞ് അതിസുന്ദരിയായി അൻവി നിൽക്കുന്നത് കാണെ ശിവ മറ്റാരെയും നോക്കാതെ ഒരു ചിരിയോടെ അവളുടെ കൂടെ അകത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു. ഏട്ടൻ ഇതുവരെ ഒരുങ്ങിയില്ലേ? അത്രമേൽ സന്തോഷം കലർന്നൊരു ചിരിയോടെ കുഞ്ഞോൾ അവനോട് ചോദിച്ചു. ഞാൻ എൻ്റെ അളിയനെ ഒരുക്കി ഇപ്പോൾ ഇങ്ങ് വന്നതേ ഉള്ളൂ.
നിങ്ങളിപ്പോൾ ഇറങ്ങില്ലേ? എന്നെ കാക്കണ്ട, ഞാൻ അമ്പലത്തിലേക്ക് വന്നേക്കാം. ശിവ അവളെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞോൾ അവനെ നോക്കി മെല്ലെ തലയാട്ടി. ആകെ മൊത്തം സ്ത്രീകളായതുകൊണ്ട് തന്നെ ശിവ കൂടുതൽ അവിടെ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ വാതിലിനോരം എത്തിയതും അവൻ പെട്ടെന്ന് ആ റൂമിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി. ആ കൂടി നിൽക്കുന്നവർക്കിടയിൽ തൻ്റെ പ്രണയമുണ്ടോ? അവൻ്റെ കണ്ണുകൾ കൊതിയോടെ തിരഞ്ഞു. അവൾ അവിടെ ഇല്ലെന്ന് കണ്ടതും വാതിൽപ്പാടിയിൽ മെല്ലെയൊന്ന് താളമിട്ടൊരു നിശ്വാസത്തോടെ അവൻ റൂമിലേക്ക് തന്നെ നടന്നു. 10 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ റൂമിൽ യാമയുണ്ടാവില്ലെന്നൊരുറപ്പിൽ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നതും മുന്നിൽ നിൽക്കുന്നവളെ കണ്ട കാഴ്ചയിൽ അവൻ്റെ ഹൃദയം പോലും നിശ്ചലമായി പോയി. പെട്ടെന്ന് ആരോ വാതിൽ തുറന്നത് കണ്ട് ഒരുക്കത്തിനിടെ തിരിഞ്ഞു നോക്കിയതായിരുന്നു യാമി. ഇന്നലെ വൈകിട്ട് മുതലുള്ള വേഷം ആയതുകൊണ്ടാവാം അവൻ ധരിച്ചിരുന്ന ഡെനിം ഷർട്ടാകെ ഉലഞ്ഞു കിടക്കുന്നു. ആകെ 2-3 ബട്ടൺസ് ഒഴിച്ചാൽ മറ്റെല്ലാം ഇട്ടിട്ടില്ല. വിരിഞ്ഞ നെഞ്ചും കഴുത്തിലെ സ്വർണ്ണമാല വ്യക്തമായി കാണാം. നീ എവിടെയായിരുന്നു? യാമി ചോദ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിലിരുന്നു കാതിൽ ജിമ്മിക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. പക്ഷെ ശിവയുടെ ദേഹം വല്ലാത്തൊരു കോരിത്തരിപ്പോടെ അടഞ്ഞ ഡോറിലേക്ക് ചാഞ്ഞുപോയി. അവളെടുത്ത ഓർക്കിഡ് കളർ പ്യുവർ സ്റ്റെയിൻ കാഞ്ചീപുരം സിൽക്ക് സാരിയിൽ ഹൃദയം പിടിച്ചുലയ്ക്കുന്ന അത്രയും സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നവൾ. കണ്ട മാത്രയിൽ ആ രൂപം അവൻ്റെ ഹൃദയത്തിൻ്റെ അടിവേരിളക്കി എന്ന് വേണം പറയാൻ. എന്തും എങ്ങനെയും കൗസലില്ലാതെ അവൾക്ക് മുന്നിൽ സംസാരിച്ചിരുന്നവൻ്റെ നെഞ്ചൊരക്ഷരം മൊഴിയാനാവാതെ ആ പെണ്ണിൽ മയങ്ങി നിന്നുപോയി. ഒന്നിനെയും ഭയപ്പെടാതെ ശാന്തത കൈവരിച്ച ഹൃദയം ഇന്ന് അത്രയും വേഗത്തിൽ മിടിച്ചു പോകുന്നു. സമയം പോകുന്നു ശിവ, പെട്ടെന്ന് കുളിച്ചു വാ. നീ കോഫി കുടിച്ചോ? അവൻ്റെ ആ നിൽപ്പത്ര കാര്യമാക്കാതെ കബോർഡിൽ നിന്നും ഇന്നലെ വാങ്ങിയ ചെരുപ്പെടുത്ത് കൊണ്ടവൾ പറഞ്ഞതും ഇന്നുവരെ ഇല്ലാത്തൊരു പരിഭ്രമത്തോടെ അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. കോഫി വേണോ അതോ അവിടുന്ന് കുടിച്ചോ? ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് കയറുന്നവനെ കാണാൻ യാമി പിന്നെയും ചോദിച്ചു. ശിവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവനൊരു വലിയ നിശ്വാസത്തോടെ തല കുണഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. എന്താ കുരങ്ങ, നിന്നോടാ ഞാനീ ചോദിക്കുന്നേ? ചെവി കേൾക്കുന്നില്ലേ നിനക്ക്? വേണമെങ്കിൽ വേണ്ടെന്ന് പറ, വേണ്ടെങ്കിൽ വേണ്ടാന്നും പറ, എനിക്ക് പോണം. യാമി ചൊടിയോടെ അവനോട് പറഞ്ഞതും ശിവയുടെ അതരം പുഞ്ചിരിച്ചു. വേണം, അവൻ അവളെ നോക്കാതെ പെട്ടെന്ന് പറഞ്ഞു. കഴിക്കാൻ വേണ്ടല്ലോ? യാമി സംശയത്തോടെ ചോദിച്ചു. പിന്നെ വേണ്ടാതെ? വേണം, ശിവ ചൊടിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴോ? 10 മണി കഴിഞ്ഞു ശിവ. യാമി സമയം ഒന്ന് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാതെ പോയാൽ ശരിയാവില്ല. അവൻ പറയുന്നതിനൊപ്പം ഷർട്ട് അയച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയതും യാമി ഒരു നിശ്വാസത്തോടെ അല്പം ധൃതിയിൽ താഴേക്ക് നടന്നു. എല്ലാവരും റെഡിയാവുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ അകത്ത് ഹാളിൽ കുറച്ച് ബന്ധുക്കളല്ലാതെ വീട്ടുകാരും ഇല്ലായിരുന്നു. യാമി ആരെയും നോക്കാതെ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ദോശ ഇരിപ്പുണ്ടോ അമ്മ? ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പ് കോഫി പകർന്നു കൊണ്ടവൾ സരസ്വതി അമ്മയോട് വിളിച്ചു ചോദിച്ചു. ഈ ഒരുക്കമൊക്കെ കഴിഞ്ഞ വേഷം ചീത്തയാക്കാനാണോ പെണ്ണെ നീ ഇങ്ങോട്ട് വന്ന്? ഇല്ല, ചീത്തയാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. സരസ്വതി അമ്മ ചൊടിയോട് ചോദിച്ച് അടുത്തേക്ക് വന്നപ്പോഴേക്കും യാമി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ 3 ദോശയും ഇത്തിരി ചട്നിയും എടുത്ത് കൂടെ കോഫിയും എടുത്ത് മുന്നോട്ട് നടന്നു. അതേസമയം ശിവാൽപ്പം ധൃതിയിൽ തന്നെ കുളിച്ചിറങ്ങി. തല തോർത്തി ബാത്റൂമിൽ നിന്നും റൂമിലേക്ക് ഇറങ്ങിയതും യാമി അവനുള്ള ഫുഡുമായി വന്നതും ഒരുമിച്ചായിരുന്നു. സമയം ഒത്തിരിയായി, എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുക, നീ വേഗം കഴിക്കാൻ നോക്ക്. യാമി ധൃതിയിൽ പറഞ്ഞതും ശിവ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാനാവാതെ തല തോർത്തിക്കൊണ്ട് തന്നെ വന്ന് കഴിക്കാനിരുന്നു. യാമി തിരികെ കബോർഡിന് അരികിലേക്ക് വന്ന് ജ്വല്ലറി ബോക്സിൽ നിന്നും 2 വളയെടുത്ത് കയ്യിൽ അണിഞ്ഞു. ആ സാരി എടുത്തില്ലല്ലേ? ശിവ ഭക്ഷണം കഴിക്കുന്നതിനിടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇത് കൊള്ളില്ലേ? യാമി ചോദ്യത്തോടെ അവനെ നോക്കി. ഇതാളെ കൊല്ലുന്നുണ്ട്, ശിവ തൻ്റെ നെഞ്ചിരിപ്പ് മറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്താ? യാമി ചോദ്യത്തോടെ അവനെ നോക്കി. കൊള്ളാം, നന്നായിട്ടുണ്ട്, ശിവ മറുപടി പറഞ്ഞു. നീ വന്നോളില്ലേ, ഞാൻ താഴേക്ക് പോവാണേ. യാമി തിരക്ക് പിടിച്ചൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു സ്ലൈഡ് എടുത്ത് മുടിയിൽ മെല്ലെ പിൻ ചെയ്തു. എൻ്റെ ഡ്രസ്സ് എവിടെ? ശിവ ചോദ്യത്തോടെ അവളെ നോക്കിയതും യാമി വല്ലാത്തൊരു ഭാവത്തിൽ അവനെ നോക്കി. ഇങ്ങനെ ഒരു ചോദ്യം അത് ഇന്നേ വരെ അവൻ ചോദിച്ചിട്ടേ ഇല്ല. അത് കബോർഡിലില്ലേ? യാമി അവനെ നോക്കി സംശയഭാവത്തിൽ തന്നെ ചോദിച്ചു. ഉണ്ടോ? എന്നാൽ അതെടുത്തിങ്ങ് പുറത്തേക്ക് വെക്ക്. അവൻ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാനായി ബാത്റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. യാമി അവനെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് മേലെ കബോർഡ് തുറന്ന് അവൻ്റെ മുണ്ടും ഷർട്ടും എടുത്ത് ബെഡിലേക്ക് വെച്ചു. ഇനി എന്തെങ്കിലും വേണോ? അവൻ കഴിച്ച പ്ലേറ്റും കോഫി കപ്പും എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോകാൻ നിൽക്കെ യാമി വെറുതെ ഒന്ന് ചോദിച്ചു. ശിവ ഒന്നും മിണ്ടാതെ അവളെ കുറച്ചു നേരം ഒന്ന് നോക്കി നിന്നു. വേണോ? ഒന്നും മിണ്ടാതെ തന്നെ നോക്കുന്നവനെ കാണാൻ അവൾ പിന്നെയും ചോദിച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ഭാര്യ, ഞാൻ ആലോചിക്കട്ടെ. ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ?
ഓരോ നോട്ടം കൊണ്ട് പോലും തൻ്റെ ഹൃദയത്തെ കൂടുതൽ വലിഞ്ഞു മുറുക്കുന്നവളെ അറിയെ അവനൊരു ദയനീയ ഭാവത്തിൽ പറഞ്ഞതും യാമി ഇതെന്ത് കൂത്ത് എന്ന ഭാവത്തിലെന്ന പോലെ നോക്കി നിന്ന് പോയി. മക്കളെ, ഇറങ്ങാൻ സമയമായിട്ടോ, കുഞ്ഞോളെ കൂട്ടി ഇങ്ങ് വന്നേ. താഴെ നിന്നും സുഭദ്രാമ്മ വിളിച്ചു പറഞ്ഞതും യാമി ശിവയെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. ആ, അത് അവരിറക്കിക്കോളും, നീ ഇവിടെ നിൽക്ക്. ആ നോട്ടം കാണാൻ ശിവ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ എൻ്റെ മോനെ നോക്കിയിരിക്കാം. ഒന്ന് പോയി ശിവ, ഈ പ്ലേറ്റും കപ്പും ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവാ. നീ പെട്ടെന്ന് റെഡിയായി വരാൻ നോക്ക്. യാമി ചൂടിയോടെ പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഡോർ തുറന്നു. ഡീ മാമി, നിക്ക്, പോവാതെ, ഒരു കാര്യം പറയട്ടെ. ശിവ ഒരു പിടച്ചിലോടെ അവളെ വിളിച്ചു. എന്താ ശിവ, നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ, അമ്മ വിളിച്ചത് കേട്ടില്ലേ? യാമി ഒരു ദയനീയ ഭാവത്തിൽ അവനെ നോക്കി ചോദിച്ചതും ശിവ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് കബോർഡിനരികിലേക്ക് നടന്നു. ഇത്ര പെർഫെക്റ്റായി ഒരുങ്ങിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നുന്നില്ല നിനക്ക്? അവളെ കണ്ണാടിക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. നിന്റെ കണ്ണിൽ എനിക്ക് കുറവുകൾ മാത്രമല്ലേ ഉള്ളൂ? യാമി കണ്ണാടിയിലൂടെ പിന്നിൽ നിൽക്കുന്നവനെ നോക്കി ചോദിച്ചതും അവൻ അവളുടെ ഇടുപ്പിൽ നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു. യാമി എരിവ് വലിച്ചു പോയി. ശരിക്കും നോക്കടി, എന്തെങ്കിലും കുറവുണ്ടോ? നോവിൻ്റെ കടുപ്പത്തിൽ അവനെ ദേഷ്യത്തിൽ നോക്കുന്നവളെ മുഖം പിടിച്ച് കണ്ണാടിക്ക് നേരെ തിരിച്ചുകൊണ്ടവൻ ചോദിച്ചു. ഇല്ല, യാമി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഒരു കുറവുമില്ലേ? ശിവ പിന്നെയും ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞില്ലേ, നീ വിട്ടേ, എനിക്ക് പോകണം. യാമി അവിടെ നിന്നും തിരിഞ്ഞു നടക്കാനാഞ്ഞുകൊണ്ട് പറഞ്ഞതും ശിവയുടെ കൈ സാരിയുടെ വിടവിലൂടെ അവളുടെ അണിവരയിൽ അമർന്നതും യാമി ഒരു ദീർഘശ്വാസത്തോടെ കണ്ണു മേച്ചാണ് കണ്ണാടിയിലൂടെ നോക്കി. ദേഷ്യപ്പെടാതെ നോക്ക്, എന്തോ കുറവില്ലേ? അവളുടെ കാതോരം മുഖം ചെരിച്ചു കൊണ്ടവൻ മെല്ലെ ചോദിച്ചതും യാമി ശ്വാസമെടുക്കാൻ മറന്നു നിന്ന് പോയി. നെറ്റിയിലൊരു നുള്ളു സിന്ദൂരം തൊട് ഭാര്യ. തൻ്റെ സ്പർശനത്തിൽ തരിച്ചു നിൽക്കുന്നവളുടെ കാതോരം മധുരം അടുപ്പിച്ചവൻ രഹസ്യമായി പറയെ അവൻ്റെ മുഖത്തെ കട്ടിയുള്ള താടി മീശരോമങ്ങൾ അവളിൽ നെഞ്ചിരിപ്പ് ഉയർത്തിക്കൊണ്ട് ഇക്കിളി കൂട്ടി. യാമി വല്ലാത്തൊരു കിതപ്പോടെ അവളുടെ കണ്ണുകൾ ഇറുക്കെ അടിച്ചു. ശിവ ഒരു ചിരിയോടെ കബോർഡ് തുറന്ന് മുമ്പ് എപ്പോഴും അതിൽ കണ്ടിരുന്നു ആ കുങ്കുമച്ചപ്പെടുത്ത് അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ നെറുകയിൽ പടർത്താൻ ഒരുങ്ങിയതും യാമിയുടെ കൈകൾ ആ കൈകളെ തടഞ്ഞു. ഇത് വേണ്ട, യാമി അവൻ്റെ കണ്ണിൽ നോക്കി അത്രമേൽ താഴ്ന്നൊരു സ്വരത്തിൽ പറഞ്ഞു. അതെന്താ, ഇട്ടോടി, രാജശേഖരൻ്റെ രണ്ടാമത്തെ മരുമകളെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ശിവ ചിരിയോടെ പറഞ്ഞതും യാമി വേണ്ടെന്ന് തലയനക്കി. ഇതിടാനുള്ള അർഹത നീ എനിക്ക് തന്നിട്ടില്ല, വേണ്ട. യാമി അരുതെന്നൊരു തലയാട്ടിലോടെ അവനെ പറഞ്ഞു. ഞാൻ കെട്ടിയ താലി കഴുത്തിലിട്ട് നീ എൻ്റെ മുന്നിൽ നിൽക്കുന്നതിലും വലിയ അർഹതയൊന്നും ഒരു നുള്ളു സിന്ദൂരം നെറുകയിൽ തൊടാൻ വേണ്ട എൻ്റെ ഭാര്യ. ഒരു ചിരിയോടെ അവൻ പറയുന്നതിനൊപ്പം അവൻ്റെ വിരൽ തുമ്പുകൾ അവളുടെ സീമന്തരേഖ ചൂപ്പിച്ചു കഴിഞ്ഞു. ആ, ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയത്, ഇനി എൻ്റെ മോൾ ചെല്ല്. അവൻ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞതും യാമി ഒരു നടുക്കത്തോടെ നോക്കി നിന്ന് പോയി. യാമി, ഡോറിൽ തട്ടിക്കൊണ്ട് തനുവിൻ്റെ വിളി വന്നപ്പോഴാണ് അവനിൽ നിന്നും അവളുടെ കണ്ണുകൾ പിടച്ചിലോടെ ഡോറിലേക്ക് നോക്കിയത്. ശിവയൊരു ചൂളം വിളിയോടെ അവൻ്റെ ഷർട്ടെടുത്തിടാൻ തുടങ്ങിയതും യാമി ഒരു പിടച്ചിലോടെ പോയി ഡോർ തുറന്നു. ഡോർ തുറന്ന യാമിയെ കണ്ടതും താനും കുഞ്ഞോളും മായും ലിയയും ഒക്കെ തെല്ലൊരതിശയത്തോടെ അവളെ നോക്കി. ഇന്നേ വരെ അവൾ ഇത്രയും ഒരുങ്ങിയതാരും കണ്ടിട്ടില്ല. എന്തൊക്കെയോ പ്രത്യേകതകളോടെ അതിസുന്ദരിയായി നിൽക്കുന്നവളെ കാണെ താനുവിൻ്റെയും ലിയയുടെയും ഒക്കെ ഉള്ളിൽ കുഞ്ഞൊരു കുശുമ്പ് തോന്നാതിരുന്നില്ല. സുന്ദരിയായിട്ടുണ്ട്. കുഞ്ഞോളൊരു ചിരിയോടെ യാമിയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ ഇത്രയും സുന്ദരിയായി നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇതിൽ ഇത്രയെങ്കിലും ഒരുങ്ങണ്ടേ, അല്ലേ ഏട്ടത്തി? യാമി ഒരു ചിരിയോടെ തനുവിനെ നോക്കി ചോദിച്ചു. ആ, അതെ അതെ, നമുക്കിറങ്ങിയാലോ, അമ്മ വിളിക്കുന്നുണ്ട്. താനൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞോളെ കൂട്ടി അവരെല്ലാവരും താഴേക്ക് നടന്നു. താഴെ എത്തിയതും എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞോളുടെ നേർക്കാണ് ചെന്നതെങ്കിലും പതി ആ കണ്ണുകളെല്ലാം ചെറു ചിരിയോടെ കുഞ്ഞോൾക്കൊപ്പം നിൽക്കുന്ന യാമിയിൽ തങ്ങി നിന്നു. സുഭദ്രാമ്മയുടെ മുഖം വല്ലാത്തൊരു സന്തോഷത്തോടെ വിടർന്നുവെങ്കിൽ രാജശേഖരൻ്റെ കണ്ണിൽ തൻ്റെ മകൻ അവളോട് കാണിക്കുന്ന അവഗണനകൾ മാത്രമാണ് തെളിഞ്ഞു വന്നത്. ഒരു പക്ഷേ തൻ്റെ മകൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ആയിരുന്നെങ്കിൽ, എന്തിനേറെ ശിവയ്ക്ക് പകരം അഭിയായിരുന്നാൽ തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായേനെ. കലങ്ങി മറഞ്ഞ മനസ്സുമായി യാമിയിൽ നോട്ടം മുടക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിലെ റൂമിൽ നിന്നും ശിവ അവൻ്റെ ഒരുക്കം കഴിഞ്ഞിറങ്ങി വരുന്നത്. കറുത്ത കരയുള്ള മുണ്ടും ബ്ലാക്ക് കളർ ഫുൾ സ്ലീവ് ഷർട്ടുമാണ് അവൻ്റെ വേഷം. സെറ്റ് ചെയ്ത മുടിയും കട്ടക്കറുപ്പിൽ തിങ്ങി നിറഞ്ഞ മീശയും താടിയും അത്രയും ഒതുക്കത്തോടെ ചീകി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒറ്റ നോക്കിൽ തന്നെ അവൻ്റെ ചങ്കൂറ്റവും വാശും ദേഷ്യവും എല്ലാം എടുത്തു കാണിക്കും. എന്നായി ഇറങ്ങല്ലേ? കൂട്ടത്തിൽ ആരോ വിളിച്ചു ചോദിച്ചതും ശേഖരൻ ശിവയിൽ നിന്നും നോട്ടം മാറ്റി കുഞ്ഞോളെ നോക്കി. മുതിർന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചോളൂ, കൂട്ടത്തിൽ കാര്യപ്പെട്ടൊരാൾ പറഞ്ഞതും കുഞ്ഞോളൊരു ചിരിയോടെ അച്ഛനെയും അമ്മയും നോക്കി.
ആദ്യ ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങിയത് അവർക്കായിരുന്നു, പിന്നെ ദേവായനിക്കുമാരുടെ ഭർത്താവിനും. അത് കഴിഞ്ഞൊരു വല്ലായ്മയോടെ നിന്നവളെ ശേഖരൻ ചേർത്ത് പിടിച്ചുകൊണ്ട് തനുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് നടന്നു. അവരുടെ കാലിൽ തൊട്ട് നിവർന്നതും അനിയും തനുവും ദാ വന്ന് പിടിച്ചോ എന്നൊരു കളിയാക്കി ചിരിയോടെ നിന്നപ്പോൾ സുഭദ്രാമ്മ യാമയുടെ കൈ പിടിച്ച് അവളെ മെല്ലെ ശിവയുടെ അരികിലേക്ക് ചേർത്ത് നിർത്തി. ഞങ്ങളുടെ അനുഗ്രഹം വേണോ? ശിവ അമ്മയെ നോക്കി ചോദിച്ചപ്പോൾ യാമി അവനെ മുഖമുയർത്തിയൊന്ന് നോക്കി. താൻ അരികെ വന്ന് നിന്നതിൽ അവൻ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് എന്നായിരുന്നു അവളുടെ കണ്ണുകൾ തേടിയത്. ശിവയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കുഞ്ഞോളൊരു ചിരിയോടെ അവർക്കരികിലേക്ക് വന്ന് കാലിൽ തൊട്ട് തൊഴുതത്. യാമിയുടെ കൈ അറിയാതെ അടുത്തു നിൽക്കുന്ന ശിവയുടെ ഷർട്ടിൻ്റെ തുമ്പിൽ മുറുകി. ഹാ, നന്നായി വരും, എണീറ്റോ. കുഞ്ഞോളെ പിടിച്ചുയർത്തിയ ഒരു അലസമട്ടിൽ പറഞ്ഞതും കുഞ്ഞോളൊരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മെല്ലെ ചാഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അബിയുടെ അടുത്തേക്കായിരുന്നു. അവൻ അവളെ കാലിൽ തൊടാൻ അനുവദിക്കാതെ പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. അതുപോലെ തന്നെ അജുവും അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ അമ്പലത്തിലേക്കായി ഇറങ്ങി. യാമി സുഭദ്രാമ്മ അവരുടെ കൂടെ തന്നെ ആളെ കൂട്ടി. ഒരുങ്ങി ഇറങ്ങിയ നിമിഷം മുതൽ അജുവിൻ്റെ കണ്ണുകൾ യാമി ഇന്നുവരെ ഇല്ലാത്തൊരു മോഹത്തോടെയാണ് നോക്കിയത്. എന്തു ദേഷ്യത്തോടെയാണെങ്കിലും അവളെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നൊരു നഷ്ടബോധം. അജു വാടാ. എല്ലാവരും ഇറങ്ങിയതും എന്തോ ഓർത്തെന്നപ്പോൾ നിൽക്കുന്ന അജുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അബി വീട്ടിൽ നിന്നിറങ്ങി. എല്ലാവരും ഇറങ്ങി അവസാനമായാണ് ശിവ ഇറങ്ങിയത്. അമ്മയ്ക്കും കുഞ്ഞോൾക്കും ഒപ്പം കാറിൽ കയറി ഇരിക്കുന്നവളെ അവൻ അത്രമേൽ ഇഷ്ടത്തോടെ അവൻ്റെ ബൈക്കിൽ ചാഞ്ഞ് നെഞ്ചിൽ കൈപിണച്ച് നോക്കി നിന്നു. ഇന്ന് ഇത്രയും ആളും ബഹളുമായി ഈ വിവാഹത്തിൻ്റെ ഓരോ ചടങ്ങുകൾ കണ്ണിൽ കാണുമ്പോൾ താൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷങ്ങൾ അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. ഡാ, ഒരു സാരി പോലും ഇല്ലാതെ എങ്ങനെയാടാ? രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോൾ സച്ചു ചോദിച്ചത് അവൻ ഓർമ്മ വന്നു. ഒരുക്കങ്ങൾ ഏതുമില്ലാതെ എപ്പോഴത്തെയും പോലെ ഒരു സാദാ ചുരിദാറിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ചന്ന് തനിക്ക് മുന്നിൽ കഴുത്തി നീട്ടി തന്നവൾ. ഇവിടുന്ന് ഇറങ്ങിയാൽ അഴിച്ച് ദൂരെ കളഞ്ഞോണം. ദയനീയമായി തന്നെ നോക്കിയവളെ നോക്കി താൻ പറഞ്ഞ വാക്കുകൾ. അവളെ ഓർത്തന്ന് ആദ്യമായി അവൻ്റെ ഹൃദയത്തിലൊരു കനലെരിഞ്ഞു തുടങ്ങി. ഇന്ന് കുഞ്ഞോൾക്കൊപ്പം അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം താങ്ങായി കൂടെ ഉണ്ടാകുമ്പോൾ മരണഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടി 3-4 ആഴ്ചത്തെ കണ്ടു പരിചയം മാത്രമുള്ള തനിക്ക് മുന്നിൽ താലി കെട്ടാൻ നിന്ന് തന്നവൾ. അവൻ്റെ ഹൃദയം അവളെ ഓർത്ത് വിങ്ങി തുടങ്ങിയ നിമിഷം അമ്പലത്തിലേക്ക് പുറപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും പിന്നിലായി ശിവയുടെ ബൈക്ക് നീങ്ങുന്നത് അധികം ദൂരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പെട്ടെന്ന് എത്തിയിരുന്നു. അവരെത്തുമ്പോൾ സച്ചും അവൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ അവിടെ എത്തിയിരുന്നു. ഇരു വീട്ടുകാരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് കയറിയത്. മായ്ക്കും തനുവിനും ഒപ്പം എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്പലപ്പടവുകൾ കയറുന്ന യാമിയിലാണ് ഏറ്റവും ഒടുവിൽ അലസമായി നടന്നു വരുന്നവൻ്റെ ശ്രദ്ധ. സച്ചും കുഞ്ഞോളും പരസ്പരം പ്രണയാർദ്രമായി നോക്കുന്നതും ബന്ധുക്കൾ നിൽക്കെ ഈശ്വരനെ സാക്ഷിയാക്കി നിറക്കണ്ണുകളോടെ കുഞ്ഞോളുടെ കഴുത്തിലേക്ക് സച്ചു താലി ചേർത്ത് വെച്ചപ്പോൾ ആ കാഴ്ച കണ്ടു നിന്ന ശിവയുടെ ഹൃദയം വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ യാമിയെ തിരിഞ്ഞുപോയി. അങ്ങേയറ്റത്ത് തനുവും മായ്ക്കുമൊക്കെ പിന്നിലായി നിൽക്കുന്നവളെ കണ്ടെടുക്കാൻ അവൻ അധികം സമയം വേണ്ടി വന്നില്ല. പക്ഷെ താൻ തേടിയ ആ മുഖം അത് തന്നെ നോക്കിയാണ് അവിടെ നിൽക്കുന്നത് എന്ന് കണ്ടതും അവൻ്റെ ഹൃദയം അതിശക്തമായി മിടിച്ചു തുടങ്ങി. തന്നെ നോക്കുന്നവളുടെ കണ്ണുകൾ കണ്ണുനീരാൽ തിളങ്ങുന്നത് അവൻ അത്രയും ദൂരെ നിന്നിട്ട് പോലും മനസ്സിലായി. തന്നെ നോക്കി തിളങ്ങുന്ന ആ കണ്ണുനീർ തൻ്റെ ഹൃദയത്തെ അസ്വസ്ഥതയുടെ ഇരുമ്പ് ചരടിനാൽ വരിഞ്ഞു മുറുക്കുന്നു എന്ന് തോന്നി അവന്. അടുത്ത നിമിഷം തന്നെ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ അവൻ അവൾക്ക് അരികിലേക്ക് നടക്കാൻ തുനിഞ്ഞതും താലികെട്ട് കഴിഞ്ഞ സച്ചുവിൻ്റെ കൈ ശിവയെ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. ശിവ അവനെ ഒന്ന് നോക്കി. ഇവിടെ നിൽക്ക്, സച്ചു അവനെ നോക്കി മെല്ലെ പറഞ്ഞു. അതേ അസ്വസ്ഥതയോടെ തന്നെയാണ് അവൻ സച്ചുവിനരികിൽ പിന്നെ നിന്നത്. അത്രയും താലികെട്ടിന് ശേഷം അൻവിയുടെ കൈ പിടിച്ച് രാജശേഖരൻ സച്ചുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കെ ശിവയുടെ കണ്ണുകൾ പിന്നെയും യാമിയെ തേടി ചെന്നു. അവളുടെ നോട്ടം ഇപ്പോൾ സച്ചുവും കുഞ്ഞോളും തമ്മിലുള്ള ആ ചടങ്ങുകളിലാണ്. കുഞ്ഞോളുടെ കൈ പിടിച്ച് മണ്ഡപം വലയം വെക്കുന്ന സച്ചും അവരെ നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന തങ്ങളുടെ കുടുംബത്തെയും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഉറപ്പുള്ള ആ കാഴ്ചകളിൽ അവളുടെ മനസ്സ് മറ്റെല്ലാം മറന്ന് തങ്ങി നിന്നുപോയി. ഈ ലോകത്തെ അല്ലെന്നപ്പോൾ നിൽക്കുന്നവളെ കാണെ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെ സംസാരിക്കണം, ഈ നിമിഷത്തെ അവളുടെ മനസ്സിൻ്റെ വിലങ്ങടങ്ങണം എന്ന് തോന്നിയെങ്കിലും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് അമ്പലത്തിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലേക്ക് ഭക്ഷണം കഴിക്കാനും മറ്റും പോകുന്ന ആളുകളുടെ തിരക്കിലും മറ്റുമായി യാമി അവൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഭക്ഷണം കഴിപ്പും ഫോട്ടോ എടുപ്പും ഒക്കെയായി. ശിവയും തിരക്കിലായിരുന്നു. എങ്കിലും അവൻ അവളെ പല കുറി തിരഞ്ഞു നോക്കുമ്പോഴേക്കും അവൾക്കൊപ്പം തനുവോ മായോ അമ്മയോ ഒക്കെ കാണും. പിന്നെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞോൾ അച്ഛനോടും അമ്മയോടും അനിയോടും അബിയോടും അജുവിനോടും ഒക്കെ യാത്ര ചോദിക്കുന്ന നിമിഷമാണ് ശിവ യാമി ഒരു നോട്ടം കാണുന്നത്. എല്ലാവരോടും യാത്ര പറഞ്ഞ ഏറ്റവും അവസാനമാണ് കുഞ്ഞോൾ ശിവയുടെ അടുത്തേക്ക് വന്നത്. അവനെ നോക്കി ഒരു വിതുമ്പലോടെ ചീക്കാൻ ശ്രമിച്ചു. എങ്കിലും പെട്ടെന്നൊരു തേങ്ങലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി.
എന്താടി ഇനി നീ എന്തിനാ കരയുന്നത്? ശിവ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സന്തോഷം കൊണ്ടാ ഏട്ടാ. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് മെല്ലെ പറഞ്ഞു. സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി കരച്ചിലൊന്നും വേണ്ട. ചെല്ല്, സമയം വായിക്കണ്ട. ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചുവിൻ്റെ അടുത്തേക്ക് അവളെ നിർത്തിക്കൊണ്ട് പറഞ്ഞതും സച്ചു അവനെ നോക്കി നിറഞ്ഞ ചിരിയോടെ കുഞ്ഞോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അല്പം മാറി നിന്ന ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന യാമയുടെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി വിരിഞ്ഞത് കുഞ്ഞോൾ ശിവയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോഴായിരുന്നു. അച്ഛനോട് യുദ്ധം ചെയ്ത് പെങ്ങളുടെ പ്രണയം നേടിക്കൊടുത്തൊരു സഹോദരൻ എന്ന നിലയിൽ അവളുടെ മിഴികൾ പ്രിയപ്പെട്ടവനെ നോക്കുമ്പോഴും തൻ്റെ മനസ്സ് മാത്രം എന്തോ അവൻ കാണാതെ പോകുന്നു എന്നൊരു നൊമ്പരവും അവളിൽ ഉണ്ടായിരുന്നു. ഇതേ സമയം രാജശേഖരൻ്റെ കണ്ണുകൾ ശിവയിലും സച്ചുവിലും സച്ചുവിൻ്റെ നെഞ്ചിൽ ചാഞ്ഞ കുഞ്ഞോളിലുമൊക്കെ ആയിരുന്നു. അയാൾക്കറിയാം കൈ പിടിച്ചു കൊടുത്ത തന്നേക്കാൾ സ്ഥാനം അവരുടെ മനസ്സിൽ അവനുണ്ടെന്ന്. അത്യധികം സന്തോഷത്തോടെ ആ വിവാഹം അവിടെ അവസാനിക്കുമ്പോൾ കുഞ്ഞോളെ കൂട്ടിക്കൊണ്ട് സച്ചുവിൻ്റെ കാർ അവിടുന്ന് മുന്നോട്ട് നീങ്ങി തുടങ്ങി. അവർ മാത്രമല്ല, വിവാഹത്തിന് വന്ന പലരും തിരിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട്. അമ്മേ, നമ്മളിപ്പോൾ ഇറങ്ങില്ലല്ലോ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാട്ടോ. രാജശേഖരനൊപ്പം നിൽക്കുന്ന സുഭദ്രാമ്മയുടെ അടുത്തേക്ക് വന്ന് യാമി മെല്ലെ പറഞ്ഞു. ഇല്ല മോളെ, അവിടെ ഇനിയും കുറച്ച് പേര് കൂടെ കഴിക്കാനിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞേ നമ്മൾ ഇറങ്ങും. മോള് പോയിട്ട് വാ. തനിച്ചു പോകാൻ വൈകി മായയെ കൂട്ടിന് വിളിച്ചുവോ കേട്ടോ. സുഭദ്രാമ്മ ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. യാമി അതിന് മറുപടിയൊന്നും പറയാതെ ചെറു ചിരിയോടെ തിരിഞ്ഞു നടക്കെ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നവൻ ആരും ശ്രദ്ധിക്കാത്ത വിധം അവൾക്ക് പിന്നാലെ ചെന്നു. അല്പം ഒന്ന് ഉലഞ്ഞു പോയ സാരി ഒന്ന് നേരെയാക്കാൻ വേണ്ടിയായിരുന്നു യാമി വാഷ്റൂമിലേക്ക് പോയത്. സാരി നേരെയിട്ട് തിരികെ ഇറങ്ങിയതും നിമിഷം നേരം കൊണ്ട് അവളുടെ കൈത്തണ്ടിൽ പിടുത്തമിട്ടുകൊണ്ടവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ്റെ നടപ്പ്. എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ യാമി വല്ലാത്തൊരു പരിഭ്രമത്തോടെ അവനെ നോക്കെ അവൻ അവളെ കൂട്ടി ഒരു ഇടനാഴിയിലൂടെ നടന്നു നീങ്ങി. ശിവ, നീ എന്തായി ചെയ്യുന്നേ? എങ്ങോട്ടാ? അവിടെ അന്വേഷിക്കും, വിട്ടെ. ഒന്നും മിണ്ടാതെ കുറച്ചധികം മുന്നോട്ട് നടന്നതും യാമി ഒരു വെപ്രാളത്തോടെ അവനോട് പറഞ്ഞു. ശിവ പക്ഷെ ഒന്നും മിണ്ടാതെ അവളുമായി മുന്നോട്ട് തന്നെ നടന്നു. തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ആളൊഴിഞ്ഞ വഴിയിലൂടെ അവളുമായി അമ്പലക്കുളപ്പടവുകൾ ഇറങ്ങിയതും യാമി ചുറ്റുപാടും ഒന്ന് നോക്കി. 4 പാടും മതിലുകൾ ഉയർത്തി കുറച്ചധികം പടവുകൾ ഇറങ്ങി വേണം അങ്ങോട്ടേക്ക് എത്താൻ. 4 പാടിൽ നിന്നും പടികളുണ്ട്. ശിവ, വിട്ടെ, നീ എന്തേ കാണിക്കുന്നേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. യാമി അല്പം ദേഷ്യത്തോടെ അവൻ്റെ പിടുത്തം അവളിൽ നിന്നും വീഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ ഒരക്ഷരം മിണ്ടാതെ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാത്ത വിധം അവളെ ഒരു മതിലിൻ്റെ മറവ് വരുന്ന വിധം പടവിലേക്ക് ഇരുത്തിയതും യാമി അവനെ ഇതെന്തിനാ എന്ന് അറിയാതെ മേച്ചു നോക്കി. നിനക്കെന്താ പറ്റിയേ? അവൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. എന്ത്? യാമിക്ക് ആ ചോദ്യത്തിൻ്റെ പൊരുൾ ഒട്ടുമേ മനസ്സിലായില്ല. നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ, നീ എന്തിനാ കരഞ്ഞത്? അവൻ അവളെ നോക്കി ഗൗരവം വിടാതെ തന്നെ ചോദിച്ചു. ഞാൻ കരഞ്ഞൊന്നുമില്ല. യാമി പതർച്ചയോടെ അതിനെ എതിർത്തു. കള്ളം പറഞ്ഞ എടുത്തി കുളത്തിലേക്ക് എറിയും ഞാൻ. പറഞ്ഞേക്കാം, പറ, എന്തിനാ കരഞ്ഞത്? ശിവ മൂർച്ചയുള്ളൊരു ചോദ്യത്തോടെ അവൾക്ക് അടുത്തേക്കിരുന്നു. പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? അല്ല, പെട്ടെന്നൊരു അന്വേഷണവുമായി വരാൻ ഞാൻ കരയുന്നത് നീ ആദ്യമായാണോ കാണുന്നത്? അല്ലല്ലോ, പിന്നെന്താ? യാമി ഒട്ടും ദേഷ്യം കുറക്കാതെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ശിവ അവളുടെ കണ്ണിലേക്ക് കുറച്ചു നേരം ഉറ്റുനോക്കി. പറ, എന്തിനാ കരഞ്ഞത്? അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ അല്പം സൗമ്യമായി ചോദിച്ചതും യാമിയുടെ കണ്ണുകളൊന്ന് പതറി. എന്തിനായാലും നീ അതറിയണ്ട. യാമി അവനിൽ നിന്നും നോട്ടം മാറ്റി മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയണം ഭാര്യ, നിന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ വ്യക്തമായി കണ്ടതാ. പറ, എൻ്റെ മോളെന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ശിവ ചെറിയൊരു ചിരിയോടെ അവൾക്ക് മുന്നിൽ മുണ്ട് മടക്കി കുത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. യാമി ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. കണ്ണുകൾ പിന്നെയും നിറയാൻ വെമ്പി തുടങ്ങുന്നു എങ്കിലും അവൾക്ക് അറിയാതെ പിടിച്ചു നിന്നു. പറ മാമി, എന്താ ഈ നെഞ്ചിൽ കിടന്ന് വെങ്ങുന്നത്? അവൻ പതിവ് കളിയാക്കലോടെ മെല്ലെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചതും ശിവയെ അവളെ സംശയത്തോടെ നോക്കി. ഞാൻ പൊക്കോട്ടെ ശിവ. യാമി അത്രമേൽ ദയനീയമായൊരു ചോദ്യത്തോടെ അവനെ നോക്കിയതും ആ ചോദ്യം വ്യക്തമായില്ലെന്ന പോലെ അവൻ അവളെ ഉറ്റുനോക്കി. എങ്ങോട്ട്? US-ലേക്ക്. എനിക്കിനി വയ്യ ശിവ, ഞാൻ പൊക്കോട്ടെ. നീ പറഞ്ഞ 6 മാസം കഴിയാൻ ഇനി അധികം നാളൊന്നുമില്ല. പേപ്പേഴ്സൊക്കെ ശരിയായ നീ പറഞ്ഞാൽ മതി. ഞാൻ വന്ന് എവിടെയാന്ന് വെച്ചാൽ സൈൻ ചെയ്ത് തന്നോളാം. ഇനി ഇങ്ങനെ നിൻ്റെ ലൈഫിലൊരു അധികപ്പറ്റാവാൻ വയ്യ. നിറഞ്ഞ കണ്ണുകളോടെ യാമി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും നൊമ്പരം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നിപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താ?
അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. പെട്ടെന്നൊന്നുമല്ല, പൊക്കോളാന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്. യാമി കഴിവതും അവളുടെ സ്വരം ഇടറാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നീ വിവാഹം കണ്ടപ്പോൾ തൊട്ടാണോ പോകണമെന്ന് ചിന്ത വന്നത്? ശിവ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞാൽ അത് കള്ളാവും. വിവാഹം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിച്ചും ഒത്തിരി ആഗ്രഹിച്ചും വേണം ഒന്നാവാൻ. നമ്മൾ തമ്മിൽ അത് രണ്ടും ഇല്ല. എൻ്റെ കഷ്ടപ്പാട് കണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി നീ കെട്ടിയൊരു താലിയുടെ പേരിൽ നിന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു തോന്നൽ. ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. കണ്ണുകൾ മെല്ലെ ഒന്ന് തുടച്ചുകൊണ്ടവൾ പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടാനാണോ മമ്മിയുടെ ഉദ്ദേശം? അവൾ കണ്ണുനീർ തുടച്ച കണ്ണുകൾ വീണ്ടും മെല്ലെ ഒന്ന് തുടച്ചു കൊടുത്തുകൊണ്ടവൻ ചോദിച്ചു. യാമി ഒന്നും മിണ്ടാതെ അവനെ നോക്കാതെ മുഖം താഴ്ത്തി. പറ മാമി, എന്നോട് വഴക്കടിക്കാതെയും എൻ്റെ ശല്യം ചെയ്യലില്ലാതെയും നിനക്കിനി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ്റെ ആ ചോദ്യത്തിൽ ചെറുതായി വിറച്ചു തുടങ്ങി അവളുടെ കൈകൾ എടുത്തവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടവൻ ചോദിച്ചതും യാമിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ മുത്തുകൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. എനിക്കറിയാം നിനക്ക് എന്നോട് ഒടുക്കത്ത പ്രേമാണെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനില്ലാതെ പറ്റുമോ നിനക്ക്? അവനൊരു ചിരിയോടെ അവളുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. പറ്റണം. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞതും ആ മറുപടിയിൽ അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. നിനക്കതിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ? ശിവ വല്ലാത്തൊരു പിടപ്പോടെ, എന്നാൽ ആ പിടപ്പ് അവൾക്ക് മുന്നിൽ പ്രകടമാക്കാതെ ചോദിച്ചു. കഴിയണം, അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതെ ആവുന്നത് എനിക്ക് പുതിയ കാര്യമല്ല. താര ഇന്നലെ വിളിച്ചത് അതിനാണ്. അവളുടെ ഏട്ടന് ഇടപെട്ട് കോളേജിലെ അഡ്മിഷനും അക്കോമഡേഷനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് പോകണമെന്നാണ് പറയുന്നത്. എനിക്ക് പോകണം ശിവ. മരവിച്ചു പോയൊരു ഭാവത്തിൽ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണിലേക്ക് നോക്കി. അത്രയും നേരം അവളുടെ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ആശ്വാസമേകണമെന്നൊരു വെമ്പലോടെ നിന്നവൻ്റെ ഹൃദയം അവളുടെ ഈ ഒരു ആവശ്യം കേൾക്കെ ഇന്നീ നിമിഷവും അവൾക്കു മുന്നിൽ പ്രകടമാക്കാൻ കഴിയാത്ത അവൻ്റെ ഉള്ളിലെ ആ പ്രണയം ഇന്ന് അവനെ അവളെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യത്തിന് മുന്നിൽ കൊണ്ടു നിർത്തി. വിട്ടുകൊടുക്കാൻ മനസ്സിലെന്ന വാശിയിൽ ആ ഹൃദയം ഒരഗ്നി പോലെ ആളി കത്തിയതും ചുവന്ന് കലങ്ങിയ മെഴികളോടെ തൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നവളുടെ ഇരു കവിളിലും കൈ ചേർത്ത് അവളുടെ മുഖം തൻ്റെ മുഖത്തോട് അടുപ്പിച്ച അവളുടെ അധരങ്ങൾ അവൻ ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. അവളുടെ ഇരു ചുണ്ടുകളെയും അതിശക്തമായി വളരെ വേഗതയേറിയ ഒരു ചലനത്തിൽ അവൻ്റെ ചുണ്ടുകളാൽ നുണഞ്ഞെടുക്കുമ്പോൾ തൻ്റെ മേൽചുണ്ടിനും മേൽക്കഴുത്തിനുമായിരുന്ന അവൻ്റെ മുഖത്തെ രോമങ്ങളോ അത് തൻ്റെ ചുണ്ടിനെയും നാവിനെയും അടക്കം കവർന്നെടുക്കുന്ന അവൻ്റെ അധരങ്ങളുടെ മാർദ്ദമോ അതുമല്ലെങ്കിൽ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത അവൻ്റെ ഉമിനീര് പടർത്തുന്ന നാവിൻ്റെ കുളിരിലോ അവളുടെ ദേഹം വിറങ്ങലിച്ചു പോയി. താൻ കവർന്നെടുത്ത ചെറു ചുവപ്പുള്ള അത്രയും സോഫ്റ്റായ ആ അധരങ്ങൾ അവനെ വല്ലാതെ മത്തി പിടിപ്പിച്ചു. താൻ തട്ടറിഞ്ഞിട്ടില്ലാത്ത രുചി അറിഞ്ഞിട്ടില്ലാത്ത അധരങ്ങളുടെ ആ മൃദുത്വം അത്രമേൽ അവനെ കീഴ്പ്പെടുത്തി. അവളെ നെഞ്ചിൽ തല്ലിയും നുള്ളിയും ഒക്കെ വെപ്രാളത്തോടെ അവളുടെ കൈകൾ അവൻ്റെ ഇരു കൈകളാൽ പിടിച്ചു വെച്ചുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് അടുപ്പിച്ചു നിർത്തി ആ അധരങ്ങളെ മോചിപ്പിച്ചു കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇനി പറ, പോണോ നിനക്ക്? നിന്ന നിൽപ്പിൽ അതിഭീകരമായൊരു കാഴ്ച കാണും പോലെ വല്ലാത്തൊരു പകപ്പോടെ കിതപ്പോടെ അവനെ നോക്കുന്നവളുടെ ചുവന്നു തുടുത്ത അധരങ്ങളിലേക്ക് തന്നെ നോട്ടം ഉറപ്പിച്ചു കൊണ്ടവൻ വല്ലാത്തൊരു പ്രേമഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പം എന്താ നടന്നത് എന്ന് ബോധമണ്ഡലത്തിനിടയിലും തെളിയാതെ നിന്നവളുടെ പകച്ചുകൊണ്ടുള്ള ആ നോട്ടം അവൻ്റെ പുഞ്ചിരിയെ കൂടുതൽ മനോഹരമാക്കി. നീ അവൻ്റെ ആ ചിരി കാണെ പകപ്പ് മാറി ദേഷ്യം വീണ്ടെടുത്തുകൊണ്ടവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവൻ അവൻ്റെ ദേഹം അവളിലേക്ക് അമർത്തി. വിട്ടുകളഞ്ഞ അധരങ്ങളെ മുൻപത്തേക്കാൾ കൂടുതൽ ആവേശത്തോടെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. യാമി വല്ലാത്തൊരു വെപ്രാളത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകരത്തിന് മുന്നിൽ ഒരൽപ്പം പോലും എതിർത്തു നിൽക്കാനായില്ല അവൾക്ക്. ദീർഘനേരം എടുത്ത ചുണ്ടുകളെ അവൻ ഒരു താളത്തിൽ നുണഞ്ഞുകൊണ്ടിരിക്കെ യാമിയുടെ കണ്ണുകൾ കലങ്ങി തുടങ്ങിയിരുന്നു. തന്നെ അവൻ കൂടുതൽ ശക്തമായി അവനിൽ തളച്ചിടുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ആ ഹൃദയത്തിൽ എവിടെയോ താനുണ്ടെന്നൊരു തോന്നൽ അതവളെ കൂടുതൽ നൊമ്പരത്തിലേക്ക് ആഴ്ത്തുകയാണോ അതോ അകന്നു പോവാൻ കഴിയാത്ത വിധം ഇനിയും കണ്ണീരൊഴുക്കാനായി അവനിൽ അടിയുറച്ചു പോവുകയാണോ എന്നൊരു ഭയത്തിലാക്കി. വല്ലാതെ കുതിർന്ന കൈകളിൽ പിടിമുറുക്കിക്കൊണ്ടവൻ ആ ചുണ്ടുകളെ ഇനിയും വിടാതെ നുണഞ്ഞെടുത്തു കൊണ്ടിരിക്കെ യാമി തൻ്റെ സകല കരുത്തോടെയും അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതറിഞ്ഞുകൊണ്ടവൻ പിന്നെ അധരങ്ങളെ വിട്ടു നൽകിയത്. യാമി വല്ലാതെ കിതച്ചു പോയിരുന്നു. തിങ്ങിപ്പോയ ശ്വാസത്തെ ആഞ്ഞു ശ്വസിക്കുന്നതിനൊപ്പം ചുവന്ന് കലങ്ങി അവളുടെ കണ്ണുകൾ അവനെ ചുട്ടരിക്കും പോലെ നോക്കി. പോണു?
ശിവ അതിമനോഹരമായ ഒരു പ്രണയഭാവത്തോടെ ചെറിയ കിതപ്പോടെ അവളോട് ചോദിച്ചു. കുറച്ചു മുൻപ് അവൻ കവർന്നെടുത്ത അതരങ്ങൾ വിതുമ്പിക്കൊണ്ട് അവൾ വല്ലാത്തൊരു ദേഷ്യത്തോടെ അവനെ നോക്കി. ഇരച്ചു കയറിയ ദേഷ്യത്തിൽ അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നോട്ട് തള്ളാൻ ആഞ്ഞതും ആ നീക്കം മുൻകൂട്ടി കണ്ടവൻ നിമിഷ നേരം കൊണ്ട് തനിക്ക് നേരെ നീണ്ട ആ കൈകളിൽ അവൻ പിടുത്തം വിട്ടത് അനായാസമായി അവനെതിരായി തിരിച്ചു നിർത്തി അവൾ പിന്നിലൂടെ പുണർന്നു. യാമി ദേഷ്യം നിറഞ്ഞൊരു ഞെരുക്കത്തോടെ പിന്നെയും കുതറിയതും ശിവ ശക്തമായൊരു പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ താടിയൂന്നി നിന്നു. പറ ഭാര്യയെ, ഇനിയും തോന്നുന്നുണ്ടോ എന്നെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ പോകണമെന്ന്? അവൻ അവളുടെ കാതോരം മുഖം ചേർത്ത് ചോദിച്ചതും യാമി അവനെ ദേഷ്യത്തോടെ നോക്കി. തല്ലണോ? ആ നോട്ടം കാണാൻ ശിവ ഒരു വെടക്ക് ചിരിയോടെ അവളോട് ചോദിച്ചതും യാമി തൻ്റെ കാലുയർത്തി അവൻ്റെ കാലിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. തീരെ പ്രതീക്ഷിക്കാത്തൊരു നീക്കം ആയതുകൊണ്ടും ഹീൽസ് അല്പം കൂടി ചെരുപ്പായതുകൊണ്ടും ശിവയ്ക്ക് നന്നായി വേദനിച്ചു. എങ്കിലും അവൻ അവളിലെ പിടി അയച്ചില്ല. പകരം വേദന കൊണ്ടിറുക്കിയ അടച്ച കണ്ണുകൾ മെല്ലെ തുറന്ന് അവൻ താടിയുണ്ണി നിന്നിരുന്ന അവളുടെ തോളിൽ നോവും വിധം നല്ലൊരു കടി വെച്ചു കൊടുത്തു. അത് യാമി ശരിക്കും നൊന്തു. കടിക്കാത്തൊരു പട്ടി, എന്നെ വിട്ടേ. യാമി ദേഷ്യത്തോടെ ചീറിയതും ശിവ ചിരിയോടെ മുൻപത്തെ പോലെ തോളിൽ താടിയുണ്ണി നിന്നു. കടിക്ക് കടി, ചവിട്ടിന് ചവിട്ട്, അതാണ് എൻ്റെ കണക്ക്. പിന്നെ നീ ആയതുകൊണ്ട് കടുപ്പ് ഇത്തിരി കുറച്ചത്, അവൻ മെല്ലെ അവളോട് പറഞ്ഞു. തൻ്റെ തോളിൽ അവൻ്റെ താടി രോമങ്ങൾ ഞെരിഞ്ഞമർന്നതും അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടിരുന്ന യാമി ഒരു പരിഭ്രമത്തോടെ എന്നൊരു ദേഷ്യത്തോടെ മുഖം ചെരിച്ചു. എന്നെ വിട്. യാമി അല്പം ശാന്തമാവാൻ ശ്രമിച്ചുകൊണ്ട് അവനോട് ആവശ്യപ്പെട്ടു. വിട്ടില്ലെങ്കിൽ? ശിവ അതേ ചിരിയോടെ ശബ്ദം മടക്കി തിരിച്ചു ചോദിച്ചു. ശിവ, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നീ ഇപ്പോൾ തന്നെ അതിര് കടന്നു. വിട്ടേ വിട്. യാമി ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതിരും പരിധിയും ഒന്നും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരുത്തനെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും സഹിക്കേണ്ടടി മാമി നീ. ഇടുപ്പിലൂടെ ചുറ്റി അവളുടെ കൈകൾക്ക് മേലെ സ്ഥാനം ഉറപ്പിച്ചിരുന്ന അവൻ്റെ കൈകൾ അവളുടെ കൈകളെ മെല്ലെ ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. നിന്നെ സഹിക്കാനും എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോകണം. ഇനിയും ഇവിടെ ഇങ്ങനെ തുടരാൻ വയ്യ. യാമി അസ്വസ്ഥതയോടെ അവൻ്റെ കൈകൾക്കുള്ളിൽ നിന്നൊന്ന് ഞെരുങ്ങിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെ തുടരാൻ? ശിവ തീർത്തും ശാന്തമായി ചോദിച്ചു. യാമിയുടെ കണ്ണുകൾ അതിവേഗം നിറഞ്ഞുപോയി. പറ, എങ്ങനെ തുടരാൻ വയ്യെന്നാ മാമി പറയുന്നത്? തൻ്റെ സ്നേഹം പ്രകടമാവാതെ ചോദിക്കണം എന്നാണ് അവൻ മനസ്സിൽ കരുതിയത്. എങ്കിലും ആ ചോദ്യത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു സ്നേഹം തുളുമ്പി നിന്നിരുന്നു. ഒന്നുമില്ല. യാമി ഒരു നിസ്സഹായതയോടെ മറ്റെങ്ങും നോക്കി പറഞ്ഞു. ഒന്നുമില്ലേ? ശിവ ചിരിയോടെ ചോദിച്ചു. യാമി അവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. എന്തേ? മുഖം ചിരിച്ച് കണ്ണു കൂർപ്പിച്ച് നോക്കി അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുമ്മാ അവളെ ഒന്ന് വിരട്ടാനായി വീണ്ടും മുഖം മടുപ്പിച്ചു കൊണ്ടവൻ ചോദിച്ചതും യാമി ഒരു പിടച്ചിലോടെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് എല്ലാം അറിയാം. അറിഞ്ഞിട്ടും നീ എന്നെ എനിക്ക് പറ്റുന്നില്ല ശിവ. യാമിയുടെ വാക്കുകൾ ദയനീയമായി. ഇവിടുന്ന് പോയാൽ നിന്റെ പ്രശ്നമൊക്കെ തീരുമോ? ശിവയെ അവളെ അവന് നേർക്ക് തിരിച്ചു നിർത്തി അല്പം കാര്യമായി ചോദിച്ചു. യാമിയൊന്നും മിണ്ടിയില്ല. പാറ മാമി, ഇവിടുന്ന് പോയാൽ നിന്റെ പ്രശ്നമൊക്കെ തീരുമോ? ശിവ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അറിയില്ല, പക്ഷേ പോണം. യാമി അവനെ നോക്കാതെ മുഖം കുനിച്ച് മെല്ലെ പറഞ്ഞു. നിർബന്ധമാണോ? ശിവയെ അവളുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. അതല്ലേ നല്ലത്? നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവൾ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചു. ആർക്ക് നല്ലത്? ശിവ കുഞ്ഞൊരു ചിരിയോടെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു പിടിച്ചു. യാമി വല്ലായ്മയോടെ എന്തോ പറയാൻ തുടങ്ങിയതും താഴെ കുളപ്പടവിൽ വീണ് കിടന്നിരുന്ന അവളുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. അവരിരുവരും മാത്രമായി കടന്നുപോയ ആ നിമിഷങ്ങളിലേക്ക് പെട്ടെന്ന് റിങ് ചെയ്ത് വന്നതും ശിവയുടെ കൈകൾ അവളിൽ നിന്നും മാഞ്ഞു. യാമി മെല്ലെ ആ ഫോൺ എടുത്ത് നോക്കി. തനുവാണ് വിളിക്കുന്നത്. കോളെടുക്ക്. കോളെടുക്കാതെ തന്നെ നോക്കുന്നവളെ കാണാൻ ശിവ പറഞ്ഞു. ഹലോ യാമി, നീ എവിടെയാ? ഞങ്ങളിവിടെ പുറത്തുണ്ട്. നിന്നെ വെയിറ്റ് ചെയ്യാം. വേഗം വാ. കോൾ എടുത്തതും താനു പറഞ്ഞത് ശിവയും കേട്ടു. ഇപ്പോൾ വരാൻ ചേച്ചി. യാമി മറുപടി പറഞ്ഞതും താനു കോൾ കട്ട് ചെയ്തു. ഇരുവരുടെയും കണ്ണുകൾ പിന്നെയും പരസ്പരം നോക്കെ ശിവ അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. ഏതായാലും ഇത്രയും ദിവസം നീ കാത്തിന്നില്ലേ? ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി പോക്കൊക്കെ. അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. ചെല്ല്. അവൾക്കരികിൽ വന്ന് അവളുടെ മുടിയൊക്കെ മെല്ലെ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ടവൻ കാര്യഭാവത്തോടെ പറഞ്ഞതും കണ്ണിമ ചിമ്മാതെ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. തന്നെ നോക്കുമ്പോൾ ഇന്നുവരെ ഇല്ലാത്തൊരു ഭാവം ആ കണ്ണുകളിൽ തെളിയുന്നത് അവൾ അറിയുന്നുണ്ട്. ആ പെണ്ണിൻ്റെ ഹൃദയത്തെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അവൻ തുറന്നു പറയാത്ത പക്ഷം താൻ വീണ്ടും വിഡ്ഢിയാവുമോ എന്നൊരു ഭയം.
ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട വാര്യേ, ഞാൻ പറഞ്ഞില്ലേ, ചെല്ല്. തൻ്റെ കണ്ണിലേക്ക് നോക്കി പിന്നെയും എന്തോ ആലോചനയിൽ നിൽക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു വന്നതും മറ്റാരോ അങ്ങോട്ട് വരുന്നതായി തോന്നിയതവൻ യാമിയെ മെല്ലെ ആ മതിലിനും മറവിലേക്ക് നീക്കി. അവളെ ആരും കാണാത്ത വിധം മറച്ചു നിർത്തിക്കൊണ്ട് വരുന്നയാളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു. യാമിയെ കാണാതെ തിരിഞ്ഞു വന്ന അബി കുളപ്പടവിൽ നിന്ന് ആരോടോ കോൾ ചെയ്യുന്നതായി ഭാവിക്കുന്ന ശിവയെ കണ്ടതും പടികൾ ഇറങ്ങാതെ അവിടെ തന്നെ നിന്നു. അബി വന്ന് നിന്നത് അറിഞ്ഞെങ്കിലും ശിവ അറിഞ്ഞേ ഇല്ലെന്നൊരു ഭാവത്തിൽ അലസമായി ഫോണിൽ നിന്നും ശ്രദ്ധ മാറ്റി അവനെ മുഖം ഉയർത്തി നോക്കി. അതേസമയം തന്നെ യാമി മറിഞ്ഞു നിന്നൊന്ന് എത്തി നോക്കി ആരാ വന്നത് കാണാൻ. ശിവയെ നോക്കി യാമിയെ കണ്ടെന്ന് അവനോട് ചോദിക്കണോ വേണ്ടേ എന്ന സംശയത്തിലാണ് അബി. മുന്നിൽ നിന്ന് പരുങ്ങുന്നവനെ നോക്കി ശിവ ഒരു ചോദ്യഭാവത്തിൽ മൂളി. നീ നീ യാമയെ ഇവിടെ എങ്ങാനും കണ്ടോ? കണ്ടാലും പറയില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അബി വെറുതെ ഒന്ന് ചോദിച്ചു. ശിവ അവനെ കടുപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് അടുത്തേക്ക് മാടി വിളിച്ചു. എൻ്റെ പോക്കറ്റിലുണ്ട്, എടുത്തോണ്ട് പൊക്കോ. അബി സംശയത്തോടെ അവനെ നോക്കി 2 പടി ഇറങ്ങിയതും ഷർട്ടിൻ്റെ പോക്കറ്റിനകം അവന് കാണും വിധം ഒന്ന് കുനിഞ്ഞുകൊണ്ടവൻ പതിവ് മുരടത്തോടെ പറഞ്ഞതും അബി ഇവൻ നന്നാവില്ലെന്നൊരു ഭാവത്തോടെ വെട്ടിത്തിരിഞ്ഞ് തിരികെ നടന്നു. വെട്ടുപോത്ത്. മറഞ്ഞു നിന്ന് യാമി അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി പിറുപിറുത്തു. അബി പോയതും ശിവ യാമിക്ക് നേരെ തിരിഞ്ഞു. പൊക്കോ, ശേഖരൻ മുതലാളി മരുമകളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മുണ്ടൊന്നും മടക്കി കുത്തി കൊണ്ടവൻ പറഞ്ഞതും യാമി അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന് കണ്ണിലേക്ക് ഉറ്റുനോക്കി. പെണ്ണിൻ്റെ നിപ്പും ഭാവം ഒക്കെ കാണെ മാഞ്ഞു പോയ ആ വഷളം ചിരി തിരികെ വീണ്ടും എടുത്തുകൊണ്ടവൻ ചോദ്യത്തോടെ മൂളി. അപ്പോൾ നീ എന്നെ 6 മാസം കഴിഞ്ഞല്ലാതെ പറഞ്ഞയക്കില്ല? യാമി അവനെ പഠിക്കും പോലെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. കാരണം 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 കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമായില്ല, അത് തന്നെ. ശിവ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. കാര്യങ്ങൾക്കൊക്കെ അന്നേ നീ തീരുമാനം എടുത്തതല്ലേ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ത് തീരുമാനം? യാമി അതേ മൂർച്ചയോടെ തന്നെ ചോദിച്ചു. അതിന് തീരുമാനിച്ചതൊന്നും നടന്നില്ലല്ലോ ഭാര്യയെ, നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അതുവരെ നീയൊന്ന് ക്ഷമി, ഞാനല്ലേ പറയുന്നത്. അവളുടെ താടിത്തുമ്പിൽ പിടിച്ചൊന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും യാമി ആ കൈ തട്ടി കെറുവോടെ തട്ടിക്കളഞ്ഞു. ഇനിയും ഇവിടെ നിന്ന് എൻ്റെ മോളെ തിരിഞ്ഞ് സാക്ഷാൽ രാജശേഖരൻ മുതലാളി തന്നെ നേരെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ചെല്ല്, ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ റൂമിൽ ചെന്ന് വിശദമായി സംസാരിക്കാം. അവളെ നോക്കി മീശയൊന്ന് പിടിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളിക്കൊണ്ടവൻ പോകാനാഞ്ഞതും യാമി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് തന്നെ നിർത്തി. പോകാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ട്. അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവനെ അടുത്തേക്ക് തന്നെ വലിച്ചു നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും ശിവ അവളെ സംശയത്തോടെ നോക്കി. നീ എന്തിനാ എന്നെ കിസ് ചെയ്തേ? യാമി മൂർച്ചയോടെ ചോദിച്ചതും ശിവയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. കിണിക്കാതെ പറ, എന്തിനാ കിസ് ചെയ്തേ? യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ ചോരത്തിളപ്പുള്ള പ്രായമല്ലേ ഭാര്യ, ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി മുന്നിൽ വന്നു നിന്ന ഞാനല്ല, ലോകത്തെ ഏത് ഭർത്താവും ഒന്ന് ഉമ്മ വെച്ച് പോകും. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അവളുടെ കീഴ്ച്ചുണ്ട് പിടിച്ചൊന്ന് ഞെരിച്ചു കൊണ്ടവൻ പറയെ യാമയുടെ കണ്ണുകൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. അങ്ങനെ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെയും പോലെ അല്ല നീ. അവർക്കൊക്കെ ഭാര്യയുടെ മേൽ ഈ അവകാശങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിറക്കൽ രാജശേഖരൻ്റെ മോൻ ശിവരുദ്ധിനി യാമി രവീന്ദ്രന് ആ വക അവകാശങ്ങളൊന്നുമില്ല. അതൊക്കെ അന്ന് ആ താലി അഴിച്ച് ദൂരെ കളയടിയെന്ന് പറഞ്ഞ് ചീറിയില്ലേ, അപ്പോൾ തീർന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകെ പിടിച്ച് അത്രയും ചൊടിയോടെ യാമി പറയുമ്പോൾ ശിവ ഒരു ചിരിയോടെ അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി മുഖം അടുപ്പിച്ചു കൊണ്ടിരുന്നു. യാമി അവനെ കെറുവോടെ നോക്കിയതിനൊപ്പം അവളുടെ തല പിന്നോട്ട് നീക്കി. എന്നാ പിന്നെ ചീറിയ പാടാതെ അങ്ങ് അഴിച്ച് കളഞ്ഞൂടായിരുന്നോ? ഇതിങ്ങനെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടിട്ടല്ലേ വേണ്ടാത്ത അവകാശങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത്? അവൻ അവളോട് അതേ ചോദ്യോടെ ചോദിച്ച്. അയ്യടാ, ഇതേ നോക്ക്, ഇനി മേലെ ഇല്ലാത്ത അവകാശം പറഞ്ഞ് എൻ്റെ അടുത്ത് ഈ വക തെമ്മാടിത്തരം കൊണ്ട് വന്നുണ്ടല്ലോ. പൊന്നു മോനെ, ഈ യാമി ആരാണെന്ന് നീ ശരിക്കും അറിയും. യാമി ഒരു ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. എന്നാൽ എൻ്റെ ഭാര്യയെ ശരിക്കൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കട്ടെ, ദേ ഇവിടെയല്ലേ ഞാൻ നേരത്തെ. പുറത്തെമ്മാടി. യാമി അവനെ നേർക്ക് തിരിച്ചു നിർത്തി പറയുന്നതിനൊപ്പം അവളുടെ ചുണ്ടോരം അവൻ്റെ കൈ നീണ്ടു വന്നതും യാമി രണ്ടും കൽപ്പിച്ച് അവനെ പിന്നോട്ട് തള്ളി. ശിവൻ നേരെ കുളത്തിലേക്ക് മലർന്ന് വീണുപോയി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൻ വെള്ളത്തിലേക്ക് വീണപ്പോൾ യാമി ഒന്ന് പായുന്നു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം വെള്ളത്തിൽ നിന്നും അവന് പൊങ്ങി വന്നത് കാണപ്പെട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. ഡീ, ശിവ അവളെ നോക്കി ദേഷ്യത്തോടെ ചീറി. പോടാ. യാമി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പടികൾ ഓടിക്കയറി. നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ടടി വടക്കെ. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും കൺമുന്നിൽ നിന്നും അവൾ മറഞ്ഞതും ചുണ്ടിൽ അത്രമേൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു.
അവളുടെ തേനാതരങ്ങളുടെ മധുരം ഇപ്പോഴും തൻ്റെ നാവിലൂറി നിൽക്കും പോലെ ഒരു തോന്നലിൽ ആഴമുള്ള ആ വെള്ളത്തിലേക്ക് അവൻ മലർന്നു കിടന്നു.